കോൺഗ്രസ് ഹൈക്കമാൻഡ് വിളിച്ചു ചേർത്ത കേരളത്തിലെ നേതാക്കന്മാരുടെ യോഗം ഇന്നാണ്. വൈകിട്ട് ദില്ലിയിലെ പുതിയ AICC ആസ്ഥാനത്താണ് നടക്കുന്നത്. ശശി തരൂർ, KPCC അധ്യക്ഷൻ K സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC ഭാരവാഹികൾ ഉൾപ്പെടെ കേരളത്തിൽ നിന്നുള്ള MPമാരും പങ്കെടുക്കുമെന്നൊക്കെയായിരുന്നു സൂചന. കേരളത്തിലെ പാർട്ടിയിലെ വിഷയങ്ങൾ തന്നെയാണ് ചർച്ചയാകുന്നത്. സംഘടനാപരമായ അഴിച്ചുപണി വേണമെന്നും ദീപാദാസ് മുൻഷി കഴിഞ്ഞ ദിവസം ഹൈക്കമാൻഡിന് റിപ്പോർട്ട് നൽകിയെന്നും സൂചനയുണ്ട്. ശശി തരൂരിന്റെ നിലപാടിൽ ഹൈക്കമാൻഡ് എന്ത് നിലപാട് സ്വീകരിക്കും എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കെ സംഘടനാ തലത്തിലെ അഴിച്ചുപണി ഉൾപ്പെടെ നിർണായകമായ തീരുമാനങ്ങൾ യോഗത്തിൽ ഉണ്ടായേക്കും. കോൺഗ്രസ് ഹൈക്കമാൻഡ് വിളിച്ചു ചേർത്ത കേരളത്തിലെ നേതാക്കന്മാരുടെ യോഗത്തിൽ നിന്ന് നേതാക്കൾ വിട്ടുനിൽക്കുമെന്നും കേൾക്കുന്നുണ്ട്. K മുരളീധരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും പങ്കെടുക്കില്ല എന്നാണ് വിവരം. വൈകിട്ട് ദില്ലിയിലെ പുതിയ AICC ആസ്ഥാനത്ത് നടക്കാൻ പോകുന്ന യോഗത്തിൽ നിന്നാണ് K മുരളീധരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും വിട്ടുനിൽക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. അതേസമയം ശശി തരൂർ, KPCC അധ്യക്ഷൻ K സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCCയിലെ ഭാരവാഹികൾ ഉൾപ്പെടെ കേരളത്തിൽ നിന്നുള്ള MPമാരും പങ്കെടുക്കുമെന്നും സൂചനയുണ്ട്. കേരളത്തിലെ പാർട്ടിയിലെ വിഷയങ്ങൾ തന്നെയാണ് ചർച്ചയാകുന്നത്. സംഘടനാപരമായ അഴിച്ചുപണി വേണമെന്ന് ദീപാദാസ് മുൻഷി കഴിഞ്ഞ ദിവസം ഹൈക്കമാൻഡിന് റിപ്പോർട്ട് നൽകിയെന്നും സൂചനയുണ്ട്. അതേസമയം K സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിനെ അനുകൂലിച്ചിരിക്കുകയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. പാർട്ടിയെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന നേതാവിനെ KPCC അധ്യക്ഷനാക്കണമെന്നാണ് അദ്ദേഹം പ്രതികരിച്ചിട്ടുള്ളത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മുല്ലപ്പള്ളി ഖാർഗെയ്ക്ക് കത്തയച്ചുവെന്നും വിവരം ലഭിക്കുന്നുണ്ട്. പ്രതിസന്ധിയുടെ കാലത്ത് എല്ലാ വശങ്ങളിലും ആലോചിച്ച് മാത്രം പുതിയ അധ്യക്ഷനെ കണ്ടെത്തണമെന്നും ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനത്തിന് പിന്തുണയാണ് എന്നും മുല്ലപ്പള്ളി പറഞ്ഞിരുന്നു. ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കില്ല എന്നും ഖാർഗെയ്ക്ക് അയച്ച കത്തിൽ മുല്ലപ്പള്ളി അറിയിച്ചിട്ടുണ്ട്. അതേസമയം ശശി തരൂരിനെ BJPയിലേക്ക് സ്വാഗതം ചെയ്തിരിക്കുകയാണ് പത്മജ. പാർട്ടി വിട്ടപ്പോൾ താൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് തരൂരും പറയുന്നത്. ഡൽഹി കണ്ട് നേതാക്കൾ തിരിച്ചു വരും എന്നതല്ലാതെ യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. തൃശൂർ DCC പ്രസിഡന്റിനെ കണ്ടെത്താൻ പോലും കോൺഗ്രസിന് കഴിയില്ല. എല്ലാവരെയും മുഖ്യമന്ത്രിയാക്കേണ്ട അവസ്ഥയാണ് കോൺഗ്രസിനെന്നും പത്മജ വേണുഗോപാൽ പറയുകയാണ്. അദ്ദേഹത്തിന് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. KPCC മീറ്റിങ്ങുകൾക്ക് പോകുമ്പോഴെല്ലാം ഞാൻ അദ്ദേഹത്തെ തിരക്കാറുണ്ടായിരുന്നു. അപ്പോൾ പറയും തരൂരിനെ വിളിച്ചിട്ടില്ല എന്ന്. തരൂരിനെ അകറ്റി നിർത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തോട് അയിത്തമുള്ളത് പോലെയാണ് പെരുമാറുന്നത് തന്നെ. അപമാനിക്കുകയാണ് അവർ. മനസമാധാനമായി ജീവിക്കാനാണ് ഞാൻ കോൺഗ്രസ് വിട്ടത് എന്ന് പത്മജ പറയുന്നുണ്ട്. പല ദിവസങ്ങളിലും ഞാൻ കരഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ എന്നെ അപമാനിച്ചിട്ടുണ്ട് എന്നും പത്മജ വേണുഗോപാൽ തുറന്നു പറയുകയാണ്.